ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗ്രേറ്റ് ഈഗിൾ ടെക് 5 പൈസ ഗോ ചാർട്ടിംഗ് പവേർഡ് ബൈ മല്ലു മാർക്കറ്റ് പ്രൊഫൈൽ പ്രീ മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ എൻ്റെ വീഡിയോ ചെയ്യുന്നത് ഹോട്ടൽ റൂമിലായിട്ട് കൊണ്ടാണ് എനിക്ക് നമ്മുടെ സ്ക്രീൻ അങ്ങനെ ഒരു കോൾ ആ ഒരു രീതിയിലേക്കുള്ള റെക്കോർഡിങ് വരുന്നത്. ഇപ്പോൾ ട്രംപ് ഇപ്പോൾ അനൗൺസ് ചെയ്തിട്ടുണ്ട്, നമ്മുടെ ഇറാനുമായിട്ടുള്ള വാർ ഒരു 5-6 ദിവസത്തേക്ക് നിർത്തിയിട്ടുണ്ട്. നെഗോഷിയേറ്റബിൾ ടോക്ക് നടക്കുകയാണ്. ഈ ടോക്ക് പ്രകാരം ആയിരിക്കും ഭാവിയുള്ള ആക്ട് എന്ന് കൃത്യമായി പറയുകയാണെങ്കിൽ നമ്മളെ 22,500 കിടന്ന ഗിഫ്റ്റ് നിഫ്റ്റി 23,500 ഒരൊറ്റ ക്യാൻഡിലിൽ 1000 പോയിന്റ് കയറിയിരിക്കുന്നു. ഗോൾഡ് നിങ്ങൾ നോക്കി അറിയാൻ പറ്റും. ഗോൾഡ് 4,200 ഭാഗത്ത് കിടന്ന ഗോൾഡ് ഒറ്റയടിക്ക് അടിച്ചു കയറി 4,480 ഭാഗത്തേക്ക് പോയി. ചുരുക്കി പറഞ്ഞാൽ എക്രോസ് ഓയിൽ നിങ്ങൾ നോക്കിയാൽ 6.5% ഓയിൽ അടിച്ചേക്കുന്നത്. ഓയിൽ എത്ര നോക്ക്, ലോ എത്ര പോയെന്ന് നോക്ക് നിങ്ങൾ. ഈ ഒരു ഓയിൽ ഒറ്റ ക്യാൻഡിൽ ഓയിൽ ലോ പോയിരിക്കുന്നത് $84 വരെ പോയി. 84.3, $98 എന്ന് $84 വരെ പോയി. ചുരുക്കി പറഞ്ഞാൽ ഹെവി ആയിട്ടുള്ള അക്രോസ് ദ സെക്ടറിൽ നല്ലൊരു സെല്ലിങ്ങോ ബൈയിങ്, അതായത് മാർക്കറ്റ് തിരിച്ച് റിവേഴ്സ് ചെയ്ത് കയറാൻ വേണ്ടി ഓപ്പൺ ചെയ്തു. അപ്പോൾ നമ്മുടെ മിഡ് ക്യാപ്പ് ഓപ്പൺ ചെയ്ത് നമ്മളെ ബെയറിഷ് റെഫറൻസിന്റെ ഭാഗത്തേക്ക് ആശാനോ മിഡ് ക്യാപ്പ് നോക്കിക്കഴിഞ്ഞാൽ മിഡ് ക്യാപ്പ് നമ്മളെ ബെയറിഷ് റെഫറൻസിന്റെ ഭാഗത്ത് ഓപ്പൺ ചെയ്ത് താഴേക്ക് ഇറങ്ങി ഫസ്റ്റ് ടാർഗറ്റ്, സെക്കൻഡ് ടാർഗറ്റ്, തേർഡ് ടാർഗറ്റ് തന്നു. അതിന് താഴേക്ക് പോയ ദിവസമാണ്. ബാങ്ക് നിഫ്റ്റി നോക്കിക്കഴിഞ്ഞാൽ ബാങ്ക് നിഫ്റ്റി ഓപ്പൺ ചെയ്തേ നമ്മളെ എല്ലാ ടാർഗറ്റിനും താഴെയായിരുന്നു. നിഫ്റ്റി നമ്മുടെ എല്ലാ ടാർഗറ്റിനും താഴെയാണ് ഓപ്പൺ ചെയ്യുമ്പോൾ. ഞാൻ ഇന്നലെ പറഞ്ഞായിരുന്നു 22,720 പൊട്ടിയാൽ മാർക്കറ്റ് നിങ്ങൾ നോക്കിയറിയാം. ഇന്നലെ വ്യക്തമായി പറഞ്ഞു 22,812 നിഫ്റ്റി പൊട്ടി ഓപ്പൺ ചെയ്യുന്ന നിൽക്കുകയാണെങ്കിൽ ഹെവി സെല്ലിംഗ് വരുന്നു. മാർക്കറ്റ് ആ ഭാഗത്താണ് ഓപ്പൺ ചെയ്തത്. അവിടെ നിന്ന് ഏകദേശം പറഞ്ഞാൽ 22,450, 460 വരെ പോയായിരുന്നു. ബാങ്ക് നിഫ്റ്റിയും നമ്മൾ 52,750 പൊട്ടി താഴെയാണ് ഓപ്പൺ ചെയ്തത്. അത് ഏകദേശം പറഞ്ഞാൽ 51,300 വരെ പോയി. ഏകദേശം പറഞ്ഞാൽ 1,400 പോയിന്റോളം ബാങ്ക് 2,000 ഇൻട്രാഡേയിൽ 1,400 പോയിന്റ് അടിച്ചു. ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് 4% അടുപ്പിച്ച് വരെ പോയാൽ. ശരിക്കും പറഞ്ഞാൽ 3.72% ബാങ്ക് നിഫ്റ്റി, 2.3%, 2.7%, മിഡ് ക്യാപ്പ് 3.6% അടിച്ച് ക്ലോസ് ആയ മാർക്കറ്റാണ്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ നമ്മളെ മിഡ് ക്യാപ്പ് നമ്മൾ നോക്കുന്ന സമയത്ത് മിഡ് ക്യാപ്പ് ഒരു പക്ക ഒരു ചെറിയൊരു നോർമൽ വേരിയേഷൻ ഡൗൺ ടേക്ക് ആണ്. ലാർജർ വൈഡ് IB ആയിരുന്നു. ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് ആയിരുന്നു. അതിനെ കണ്ടിന്യൂ ചെയ്ത് മാർക്കറ്റ് താഴേക്ക് പോയി. എക്ക് താഴെ ബി പോയി, ബിക്ക് താഴെ സി പോയി, പിന്നെ ഡി ഫെയിലിയർ വന്നു. മാർക്കറ്റ് പിന്നെ ആ ഭാഗത്ത് കിടന്ന് കൃത്യമായിട്ട് കളിക്കുകയാണ് ചെയ്തത്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ മിഡ് ക്യാപ്പിൽ വലിയൊരു ട്രേഡബിൾ ആക്ഷൻസ് നമുക്ക് കിട്ടിയെന്ന് വേണമെങ്കിൽ പറയാം. ബാക്കിയുള്ള അപേക്ഷിച്ചപ്പോൾ മിഡ് ക്യാപ്പിൽ കിട്ടിയെന്ന് വേണമെങ്കിൽ പറയാം. സോ നിഫ്റ്റിയുടെ നമ്മളെ ഈ ഒരു ലെവൽ പ്രകാരം ഞാൻ ഇനി അത് വരച്ച് ഓരോന്നിനെ കാണിക്കുമ്പോൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാകാൻ പറ്റും. നിഫ്റ്റിയിൽ മിഡ് ക്യാപ്പിൽ നമ്മുടെ POC വന്നിരിക്കുന്നത് 12,201 ഭാഗത്തേക്കാണ് POC. ഞാൻ ആ POC ഒന്ന് താഴേക്ക് കൊണ്ടുവരുന്നു. 12,201 ഭാഗത്തേക്കാണ് മിഡ് ക്യാപ്പിലെ POC വന്നിരിക്കുന്നത്. ബെയറിഷ് റെഫറൻസ് എന്ന് പറഞ്ഞാൽ 12,144 താഴെ മാത്രമേ ഇനി സെല്ലിംഗ് ഉള്ളൂ. എത്രയാണ്? 12,145 താഴെ മാത്രമേ ഞാനൊരു സെല്ലിങ്ങിനെ കുറിച്ച് ചിന്തിക്കുന്നുള്ളൂ. അത് ഫസ്റ്റ് ടാർഗറ്റ് 12,100 ഭാഗത്തേക്ക് വരാം, 12,100 ഭാഗത്തേക്ക് വരാം. സെക്കൻഡ് ടാർഗറ്റ് 12,055 ഭാഗത്തേക്ക്, 12,055 ഭാഗത്തേക്ക് വരാനും തേർഡ് ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ 12,000 ഭാഗത്തേക്ക്, അതായത് 12,000 ഭാഗത്തേക്കും വരാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഇതാണ് ഡൗൺവേർഡ് റെഫറൻസ് ലെവലിൽ എനിക്ക് പറയാനുള്ളത്. നാളെ ഈ ഒരു പോക്ക് പോവുകയാണെങ്കിൽ നിഫ്റ്റി ഇപ്പോൾ നിങ്ങൾ നിൽക്കാൻ കാണുമ്പോൾ 23,157 ഭാഗത്തേക്ക് ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ ഒരു ഹ്യൂമങ്കസ് ഗ്യാപ്പ് അപ്പ് ഒക്കെ ആയിരിക്കും നാളെ വരാൻ പോകണം. 500 പോയിന്റ് 600 പോയിന്റ് ഗ്യാപ്പിലൊക്കെ ആയിരിക്കും മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്നത്. എങ്ങനെ പോകുന്നു എനിക്കൊരു പിടിയില്ല. റണ്ണവേ ഗ്യാപ്പ് വന്നിട്ട് മാർക്കറ്റ് റൺ ചെയ്യുമോ? ഇപ്പം മാർക്കറ്റ് പൊതുവേ മൂവ് ചെയ്യുന്ന എല്ലാം ഗ്യാപ്പിന്റെ കൂടെയാണ്. സോ അപ്സൈഡ് റെഫറൻസ് ലെവൽ എന്ന് പറയുമ്പോൾ ഞാൻ 12,486 12,500 മുകളിൽ ഞാൻ ബൈയെ കുറിച്ച് ചിന്തിക്കാം. 12,500 മുകളിൽ നമുക്കൊരു ബൈയെ കുറിച്ച് ചിന്തിക്കാം. ഫസ്റ്റ് ടാർഗറ്റ് 12,000 എവിടെ പോവാം? മിഡ് ക്യാപ്പ് ഫസ്റ്റ് പോകണം 12,540 ഇന്നത്തെ വാല്യൂ വരെ ലോയുടെ ഭാഗത്തേക്ക്. എത്രയാണ്? 12,548 ഭാഗത്തേക്ക് ഫസ്റ്റ് ടാർഗറ്റ് ഉണ്ട്. സെക്കൻഡ് ടാർഗറ്റ് അതിന് മുകളിൽ 12,000
അറുന്നൂറിൻ്റെ ഭാഗത്തേക്ക് 12,600 ഭാഗത്തേക്ക് 12,600 ഭാഗത്തേക്ക് വരാനും അതിന് മുകളിൽ നിൽക്കുകയാണെങ്കിൽ തേർഡ് ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ 653 എന്ന് പറഞ്ഞാൽ ഈ പി ഒ സിയുടെ ഭാഗത്തേക്ക് എത്രയാണ് 12,653 എന്ന് പറഞ്ഞാൽ ഈ ഒരു പി ഒ സിയുടെ ഭാഗത്തേക്ക് മാർക്കറ്റ് ഓപ്പൺ ചെയ്യാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഇതായിരിക്കും നാളത്തേക്കുള്ള റെഫറൻസ് ലെവൽ. കൃത്യമായിട്ട് മാർക്ക് ചെയ്യുക. ഞാൻ ഗ്യാപ്പിനനുസരിച്ചാണ് ഈ ഒരു റെഫറൻസ് ലെവൽ വെച്ചേക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് കൃത്യമായിട്ട് ആ ലെവൽ അഡ്ജസ്റ്റ് ട്രേഡ് ചെയ്യാൻ വേണ്ടി നിങ്ങൾ മാക്സിമം ശ്രമിക്കുക. ഇതാണ് എനിക്ക് മിഡ് ക്യാപ്പിൽ പറയാനുള്ളത്. ഇനി ബാങ്ക് നിഫ്റ്റി പറയുകയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റി എല്ലാം പൊട്ടിയാണ് ഓപ്പൺ ചെയ്തത്. ബാങ്ക് നിഫ്റ്റി ഗ്യാപ് ഡൗൺ ഓപ്പണിങ് OA ആയിരുന്നു. എക്ക് താഴെ ബി പോയി, ബിക്ക് താഴെ സി പോയി, സി ഡി പോയി, പിന്നെ അങ്ങോട്ട് ലാസ്റ്റ് ഒരു ചെറിയൊരു സ്പൈക്കോട് കൂടിയാണ് മാർക്കറ്റ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. സോ ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റിയുടെ പി ഒ സി നിൽക്കുന്നത് 51,778 ഭാഗത്ത് 51,778 ഭാഗത്തേക്കാണ് പി ഒ സി നിൽക്കുന്നത്. ഞാൻ പി ഒ സി ഒന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഇനി ഫ്രഷ് സെല്ല് 51,500 താഴെ 51,542 താഴെ മാത്രമേ ഒരു ഫ്രഷ് സെല്ലിങ്ങിനെ കുറിച്ച് ചിന്തിച്ചാൽ മതി. ഫസ്റ്റ് ടാർഗറ്റ് 51,400 ഭാഗത്തേക്ക് വരാം. സെക്കൻഡ് ടാർഗറ്റ് 51,285 ഭാഗത്തേക്ക് വരാനും തേർഡ് ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ 51,000 ഭാഗത്തേക്ക്, അതായത് 51,000 ഭാഗത്തേക്ക് വരാനുള്ള ചാൻസ് 51,550 ഈ ഒരു ഭാഗത്തേക്ക് വരാനുള്ള ചാൻസ് ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ച് വളരെയധികം കൂടുതൽ. ഇതാണ് എനിക്ക് ഡൗൺവേർഡ് റെഫറൻസ് ലെവൽ വെക്കാൻ പറ്റുന്നത്. ഇനി അപ്പോഴ് എന്ന് പറയുമ്പോൾ ഞാൻ ഇന്നത്തെ ഹൈ 52,750 മുകളിൽ മാത്രമേ ഒരു ഫ്രഷ് ബൈ എടുക്കുന്നു. 52,750 മുകളിൽ മാത്രമേ ഞാനൊരു ഫ്രഷ് ബൈയെ കുറിച്ച് ചിന്തിക്കുന്നുള്ളൂ. അത് ഫസ്റ്റ് ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ 52,895 ഭാഗത്തേക്ക് വരാം. സെക്കൻഡ് ടാർഗറ്റ് 53,000 ഭാഗത്തേക്ക് വരാം. 53,000 ഭാഗത്തേക്ക് വരാനും തേർഡ് 53,200 ഭാഗത്തേക്കും വരാനുള്ള ചാൻസ് ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ച് കൂടുതലാണ്. ഇതാണ് അപ്പോഴും റെഫറൻസ് ലെവലായിട്ട് വരച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് ഗ്യാപ്പിൻ്റെ അനുസരിച്ചാണ് ഞാൻ ഇത് വരച്ചു വച്ചേക്കുന്നത്. സോ ഇത് കൃത്യമായിട്ട് വാച്ച് ചെയ്യുക. അതനുസരിച്ച് ട്രേഡ് ചെയ്യാൻ വേണ്ടി മാക്സിമം നിങ്ങൾ ശ്രമിക്കേണ്ടതുണ്ട്. ഇനി നമുക്ക് നോക്കേണ്ടത് നിഫ്റ്റി. സോ ഈ ഒരു ഗ്യാപ്പ് എന്ന് പറയുമ്പോൾ നിഫ്റ്റിയെ സംബന്ധിച്ച് പറയാൻ ഇങ്ങനത്തെ വല്ല പ്രത്യേകമായിട്ട് ഒരു ഗ്യാപ്പ്, വലിയ ഹെവി ഗ്യാപ്പിലേക്കാണ് നിഫ്റ്റി നിൽക്കുന്നത്. നിഫ്റ്റി ഒരു നോർമൽ വേരിയേഷൻ ഡൗൺ ഡേ, ഒരു സ്മോൾ ബി ഷേപ്ഡ് പ്രൊഫൈലൊക്കെ വേണം. നോർമൽ വേരിയേഷൻ ഡൗൺ ഡേ ആണ്. ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് OA ആയിരുന്നു. 22,552 ഭാഗത്തൊക്കെ 22,553 22,553 ഭാഗത്താണ് പി ഒ സി. ഇനി ഫ്രഷ് സെല്ലിംഗ് എന്ന് പറഞ്ഞാൽ 22,500 പൊട്ടിയാൽ മാത്രമേ ഞാനൊരു ഫ്രഷ് സെല്ല്, അത്രയും 22,500 പൊട്ടിയാൽ മാത്രമേ ഞാനൊരു സെല്ലിങ്ങിനെ കുറിച്ച് ചിന്തിക്കുന്നുള്ളൂ. ഫസ്റ്റ് ടാർഗറ്റ് 22,400 22,455 22,450 ഭാഗത്തേക്ക് വരാം. സെക്കൻഡ് ടാർഗറ്റ് 22,300 22,395 ഭാഗത്തേക്ക് വരാം. തേർഡ് ടാർഗറ്റ് 22,330 22,330. ഇതാണ് നിഫ്റ്റിയുടെ ഡൗൺവേർഡ് റെഫറൻസ് ലെവൽ എനിക്ക് വരയ്ക്കാനുള്ളത്. ഇത് കൃത്യമായി നിങ്ങൾ വാച്ച് ചെയ്യുക. ഇനി നമുക്ക് അപ്വേർഡ് റെഫറൻസ് എന്ന് പറയുമ്പോൾ ഇനി എടുക്കുന്നത് ഇതാണ്. 22,860 മുകളിൽ ഞാൻ ബൈയെ കുറിച്ച് ചിന്തിക്കും. 22,860 മുകളിൽ മാർക്കറ്റിൽ ഒരു ബൈയെ കുറിച്ച് ചിന്തിക്കാം. അങ്ങനെയാണെങ്കിൽ ആ ബൈ എങ്ങോട്ട് പോകും? ഇത് കൃത്യമായി പറയുകയാണെങ്കിൽ 22,860 അല്ലേ, 22,928 ഭാഗത്തേക്ക് ഫസ്റ്റ് ടാർഗറ്റ് ഉണ്ട്. സെക്കൻഡ് ടാർഗറ്റ് 22,985 ഭാഗത്തേക്കും തേർഡ് എന്ന് പറഞ്ഞാൽ 23,050. എത്രയാണ്? 23,050 ഭാഗത്തേക്കും വരാനുള്ള ചാൻസ് നിഫ്റ്റിയെ സംബന്ധിച്ച് വളരെയധികം കൂടുതൽ. അതാണ് എനിക്ക് നിഫ്റ്റിയുടെ അപ്വേർഡ് റെഫറൻസ് ലെവലും ഇപ്പോഴത്തെ കറണ്ട് ഗ്യാപ്പിൻ്റെ സ്ട്രക്ചർ അനുസരിച്ചാണ് ഞാൻ വരച്ചു വെച്ചേക്കുന്നത്. അപ്പോൾ എല്ലാവരും വീഡിയോ ഒന്ന് വ്യക്തമായിട്ട് മാർക്ക് ചെയ്ത് വെക്കുക. ഒരു സിനാരിയോ നാളെ ഇപ്പോൾ മാർക്കറ്റ് 23,200 ഭാഗത്തേക്ക് നമ്മൾ നാളെ മാർക്കറ്റ് 23,150 ബോണ്ടാണ് ഓപ്പൺ ചെയ്യുന്നുണ്ടെങ്കിൽ ഈ പി ഒ സി 23,233 23,300 ഭാഗത്തേക്ക് പോവാം. അതിന് മുകളിൽ നിഫ്റ്റി സസ്റ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഈ പി ഒ സി ആയ 23,460 ഭാഗത്തേക്ക് നിഫ്റ്റി പോകാനുള്ള ചാൻസ് നിഫ്റ്റിയെ സംബന്ധിച്ച് കൂടുതലാണ്. ഇതാണ് എനിക്ക് നിഫ്റ്റിയുടെ കാര്യത്തിൽ പറയാനുള്ളത്. ഇനി ബാങ്ക് നിഫ്റ്റി ആണെങ്കിൽ ബാങ്ക് നിഫ്റ്റി നാളെ 53,850 മുകളിൽ നിൽക്കുകയാണെങ്കിൽ 53,500 ഭാഗത്തേക്ക് പോകാനും 53,500 മുകളിൽ നിൽക്കുകയാണെങ്കിൽ ഈ പി ഒ സി 54,000 അതിന് മുകളിൽ 54,500 ഭാഗത്തേക്കും അതിന് മുകളിൽ 55,000 ഭാഗത്തേക്ക് ബാങ്ക് നിഫ്റ്റി പോകാനുള്ള ചാൻസ് ഉണ്ട്.
മിഡ് ക്യാപ്പിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ മിഡ് ക്യാപ്പ് ഈ ഒരു വേരിയുടെ ഭാഗത്തേക്ക് 12,542 മുകളിൽ നിൽക്കുകയാണെങ്കിൽ ഈ പി ഒ സി 637 അതിന് മുകളിൽ 780 വരെ പോകാനും 780 മുകളിൽ വേണമെങ്കിൽ ഈ പി ഒ സിയുടെ ഭാഗത്തേക്കും പോകാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ നാളെ നിങ്ങൾ ഗ്യാപ്പ് കൃത്യമായിട്ട് വാച്ച് ചെയ്യുക. ആ ഗ്യാപ്പിനനുസരിച്ച് മാത്രമേ നിങ്ങൾ ട്രേഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കാവുള്ളൂ എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. സോ നമ്മുടെ പുതിയ ബാച്ച് ഏപ്രിൽ മാസത്തേക്ക് സ്റ്റാർട്ട് ആവുന്ന ബാച്ചിൽ അഡ്മിഷൻസ് ആരംഭിച്ചിട്ടുണ്ട്. മാർക്കറ്റ് പ്രൊഫൈൽ, ഓർഡർ ഫ്ലോയുടെ അപ്ഗ്രേഡഡ് വേർഷൻസും അതിൻ്റെ കാര്യങ്ങളെക്കുറിച്ച് അറിയാൻ വേണ്ടി എന്തൊക്കെ നമ്മൾ സർവീസ് നിങ്ങൾക്ക് തരുന്നു, അങ്ങനെ എന്തെല്ലാം അറിയണമെങ്കിൽ തമ്മിലിനി കാണിച്ച നമ്പറിൽ ഒന്ന് ബന്ധപ്പെടുക. സോ വീഡിയോ കാണുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ട്രെയിനിങ് ഫീഡ്സിന് വീഡിയോ അയച്ചു കൊടുക്കുക.